ഹലോ ലേഡീസ് വേൾഡ് കളക്ഷൻസ് ആണേ. നമ്മളിന്ന് നല്ലൊരു ചിക്കൻ കറി, ചിക്കൻ വിത്ത് പൊട്ടറ്റോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന കറിയാണ്. അതിലേക്ക് നമ്മൾ 2 വലിയ സവാള, ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടാകുമ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളകും സവാള ഇടുന്ന സമയത്ത് നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടുവാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും മാത്രം പോരാ ചിക്കൻ കറി വെക്കാനെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞിടണേക്കാൾ നല്ലത് ചതച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഈ സമയത്ത് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. സവാള ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. സവാള നമ്മൾ ഉപ്പിട്ട് വഴറ്റുന്നത് കൊണ്ട് ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ വഴന്ന് കിട്ടും. കണ്ടോ, ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് മാറി ഒരു പിങ്ക് കളറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് വേണം നമ്മളിപ്പോൾ വഴറ്റാനേ. സവാള ഭയങ്കരമായിട്ട് മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾ ഇളക്കി ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, 2 ഇടത്തരം തക്കാളി അരിഞ്ഞ് വയ്ക്കാവുന്നതാണേ. സവാള നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ സവാള വഴന്ന് വരുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് മാറിക്കാണും. ഈ സമയത്ത് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഏതൊരാൾക്കും അറിയാം നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള മസാലകൾ ഏതൊക്കെയാണെന്ന്. മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, കുരുമുളക്, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടുവാണേ. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ടത്. ഇനി നമുക്ക് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്കിലും ചിക്കനിലൊക്കെ നമ്മൾ കുരുമുളക് പൊടി യൂസ് ചെയ്യും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മസാല വേണം. മാർക്കറ്റിൽ ഇന്ന് നമുക്കറിയാം പല കമ്പനിയുടെ ചിക്കൻ മസാല അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണോ യൂസ് ചെയ്യുന്നത് അതൊരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്കറിയാം മഞ്ഞൾപ്പൊടി വേണം. ഏതൊരു കറിക്കും മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഇടണം. ആവശ്യത്തിന് എരിവിനാവശ്യമായ പച്ചമുളകും കുരുമുളക് പൊടിയും നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ച് മുളക് പൊടി, ദെൻ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ മസാല ഇട്ടെങ്കിൽ കൂടി വീട്ടിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നല്ല ഗരം മസാല ഉണ്ടാവും. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, 1/2 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല. ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏതൊരു തുടക്കക്കാർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ് ചിക്കൻ കറിയൊക്കെ. കരിവേപ്പില എത്ര ഇട്ടാലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. കരിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി, മസാലയുടെ പച്ചമണം മാറുമ്പോൾ ആ തക്കാളിയും കൂടി ഇട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് സ്മാഷായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ്റെ കൂടെ കിടന്ന് തക്കാളി വെന്തോളും. മസാലയും തക്കാളിയും കരിവേപ്പിലയും ഒക്കെ ഇട്ട് ചേർന്ന് ഒന്ന് വഴന്ന് വരുമ്പോൾ
കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണേ. അത് നമ്മൾ ഇട്ട് കൊടുക്കണം. ചിക്കനും മസാലകളും എല്ലാമായിട്ട് നന്നായിട്ട് യോജിച്ച് വരത്തക്ക വിധത്തിൽ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഈ സമയത്ത് നമ്മൾ സവാള വഴറ്റാൻ ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ചിക്കനും ഇനി പൊട്ടറ്റോയും ഒക്കെ ചേർന്ന് വരാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പും മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. ചിക്കനിൽ ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോ വൃത്തിയാക്കി അരിഞ്ഞ് കഴുകി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടോ ചിക്കനിൽ ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ ഉപ്പ് പാകത്തിനാണോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, കറിയിൽ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക്, എങ്കിലും കൂടുതൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തിളപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം, തിളപ്പിച്ച വെള്ളമായിരിക്കണം, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുതേ. എന്നിട്ട് വീണ്ടും നമ്മൾ പൊട്ടറ്റോ ഒന്ന് വെന്ത് വരാനും ചാറൊന്ന് നല്ല കുറുകി വരാനും വേണ്ടിയ സമയം കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടെ ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ കറി ഈ പരുവത്തിലായിട്ടുണ്ടാവും. ചാറൊക്കെ ഒന്ന് കുറുകി പൊട്ടറ്റോയൊക്കെ വെന്ത് നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് മല്ലിയിലയോ വേപ്പിലയോ എന്താണോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണേ. കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. നല്ല സൂപ്പർ ചിക്കൻ കറി വിത്ത് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. വെള്ളം വന്ന പാത്രത്തിലേക്ക് മാറ്റി ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല കറിയാണോ എന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.